കാൽവരി ക്രൂശിലെ കൊലമരത്തിലൂടെ നമ്മെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വഴി നടത്തിയ നമ്മുടെ വീണ്ടെടുപ്പുകാരനും രക്ഷകനുമായ യേശു കർത്താവിൻ്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തൻ്റെ പീഡാസഹനങ്ങളെയും ക്രൂശിനെയും ആഴമായി ധ്യാനിക്കുകയും അതിനോട് ഏകീഭവിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന മനോഹരമായ വലിയ നോമ്പിൻ്റെ ദിനങ്ങളിലൂടെയാണ് നാം കടന്നു പോകുക. ഇന്ന് വലിയ നോമ്പിലെ 14-ാമത്തെ ദിനം. നാം ഇന്ന് ഒരുമിച്ച് ധ്യാനിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ദൈവത്തിൻ്റെ അളവ് എന്നുള്ളതാണ്. അതിന് ആധാരമായി അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ 13-ാമത്തെ വാക്യം വായിച്ചുകൊള്ളട്ടെ. ഞങ്ങളോ അളവില്ലാതെ വണ്ണമല്ല, നിങ്ങളുടെ അളവിനോളം എത്തുമാറ് ദൈവം ഞങ്ങൾക്ക് അളന്നു തന്ന അതിരിൻ്റെ അളവിന് ഒത്തവണ്ണം പ്രശംസിക്കുന്നു. ദൈവം ഞങ്ങൾക്ക് അളന്നു തന്ന അതിരിൻ്റെ അളവിന് ഒത്തവണ്ണം പ്രശംസിക്കുന്നു. മനുഷ്യൻ അവനെപ്പോഴും കണക്ക്, അതിരുകൾ സൂക്ഷിക്കുന്നവനാണ്. എൻ്റേത് എന്ന് പറയുവാൻ ഏറെ കൊതിക്കുന്നവനാണ് മനുഷ്യൻ. എന്നാൽ മനുഷ്യൻ മറന്നുപോകുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. നാം എൻ്റേത് അല്ലെങ്കിൽ ഇത് എൻ്റെ സ്വന്തം എന്ന് കരുതുന്നതെല്ലാം ദൈവം നമുക്ക് തന്നതാണ് എന്ന യാഥാർത്ഥ്യം നാം മറന്നുപോകുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ അധ്വാനം ഉണ്ടായിരിക്കാം, എന്നാൽ നാം അധ്വാനിക്കുന്നതിന് വേണ്ടുന്ന കരുത്ത്, ബലം, ഊർജം ഇവയൊക്കെ നമുക്ക് നൽകിയത് ദൈവം തമ്പുരാനാണ്. നമ്മുടെ സ്വത്വത്തെക്കുറിച്ച് നാം അതിയായി അഹങ്കരിക്കുന്നുണ്ടാകാം. എന്നാൽ നമ്മുടെ സ്വത്വം അത് നിർമ്മിതമായത് ദൈവം തമ്പുരാൻ്റെ കരുണയിലാണ് എന്ന് നാം പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. നാം ആഴമായി നമ്മുടെ ജീവിതത്തെ വിചിന്തനം ചെയ്യുമ്പോൾ നാം എത്തിച്ചേരുന്ന ഒരിടം അത് ദൈവസന്നിധിയാണ് എന്ന് നാം പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. ദൈവം തമ്പുരാൻ അവൻ തന്നതാണ് നമുക്കുള്ളത് എന്ന് ഓർമ്മിപ്പിക്കുവാൻ പല ഉപമകൾ ക്രിസ്തു തൻ്റെ പ്രവർത്തന കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രസിദ്ധവുമായ ഒന്നാണ് താലന്തുകളുടെ ഉപമ. യജമാനൻ ദൂരദേശത്തേക്ക് യാത്രയാകുമ്പോൾ തൻ്റെ ഭൃത്യന്മാരെ വിളിച്ച് തൻ്റെ സമ്പാദ്യം, താലന്തുകൾ അവൻ ഭൃത്യന്മാർക്ക് വിഭജിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ നാം വായിക്കുമ്പോൾ അവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒന്നുണ്ട്. ഓരോരുത്തന് അവനവൻ്റെ പ്രാപ്തിക്കൊത്തവണ്ണം ദൈവം താലന്തുകളെ വിഭാഗിച്ച് നൽകി. ഒരുവന് 5, ഒരുവന് 2, ഒരുവന് 1. എന്നാൽ ഇപ്രകാരം താലന്തുകൾ വിഭാഗിക്കുവാനുള്ള ഏക കാരണം അവിടെ എടുത്തു പറയുകയാണ്, മാനദണ്ഡം അത് അവനവൻ്റെ പ്രാപ്തിക്ക് ഒത്തതുപോലെയാണ് നൽകപ്പെട്ടത്. അങ്ങനെ 5 താലന്തുള്ളവൻ 5 കൂടെ സമ്പാദിക്കുന്നു, 2 ഉള്ളവൻ 2 കൂടെ നേടുന്നു, 1 ഉള്ളവൻ അത് അതേപടി യജമാനൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരികയാണ്. 1 ഉള്ളവൻ യജമാനൻ്റെ അടുത്ത് തനിക്ക് തന്ന സമ്പാദ്യം മടക്കി നൽകുമ്പോൾ അവൻ യജമാനോട് പറയുവാൻ ശ്രമിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. യജമാനോട് പറയുകയാണ്, ഇത് നിന്റേതാണ് ഈ താലന്ത്. എന്നാൽ ഈ താലന്ത് വർദ്ധിപ്പിക്കണമെങ്കിൽ, അത് വിനിമയം ചെയ്യണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എൻ്റെ ഒരു അധ്വാനം വേണ്ടതായിട്ടുണ്ട്. എൻ്റെ അധ്വാനത്തെ, എൻ്റെ വിയർപ്പിനെ മാനിക്കാത്തിടത്ത്, അതിന് വിലയില്ലാത്തിടത്ത് എനിക്കെന്ത് കാര്യം എന്ന ഒരു ധാർഷ്ട്യത്തിൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഇവൻ ഈ മടക്കി നൽകുന്നത് ഒരു താലന്ത്. അവനൊരു കൂടെ ചേർത്ത് വെക്കുന്നുണ്ട്, നീ ദുഷ്ടനായ യജമാനാണ്, നീ വിതരാത്തിടത്ത് നിന്ന് ചേർക്കുകയും വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുകയും ചെയ്യുന്നവനാണ് എന്ന്
അവനെ ഓർമ്മപ്പെടുത്തുവാൻ ശ്രമിക്കുന്നുണ്ട്. യജമാനൻ പറയുന്നു, പ്രിയ ദാസനെ, നിനക്കുള്ളത് ഞാൻ തന്നതല്ലാതെ എന്താണ് ഉള്ളത്? നമുക്കുള്ളത് നമ്മുടെ ദൈവം തമ്പുരാൻ അളന്നു തന്നതല്ലാതെ എന്താണുള്ളത്? കർത്താവ് നമുക്ക് അളന്നു തന്ന അളവിനൊത്തവണ്ണം ദൈവത്തിനോട് തിരിച്ച് ആയിട്ടില്ലെങ്കിൽ ദൈവത്തിനോട് അല്ലെങ്കിൽ പ്രതികരിപ്പാൻ നമുക്ക് സാധ്യമാകുന്നിടത്താണ് ദൈവകൃപയോട് ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരുക. തന്നെ ചേർന്ന് നിൽക്കുന്നവരെ, തന്നിൽ ആശ്രയിക്കുന്നവരെ ഒരു നാളും കൈവിടാതെ ചേർത്ത് നിർത്തുന്നവനാണ് ദൈവം തമ്പുരാൻ എന്ന് വേദപുസ്തകം നമ്മളെ കൃത്യമായി ഓർപ്പിക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് തക്ക സമയത്ത് അളന്നു നൽകുന്ന ഒരു ദൈവമുണ്ട്. തക്ക സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ അളവിനൊത്തവണ്ണം നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ തക്കവണ്ണം നമുക്ക് ഇടയായിത്തീരണം. നമ്മെ പണിയുന്നവനായ ഒരു ദൈവം, ഞാൻ ആരായിരിക്കുമോ ആ എന്നെ നിർമ്മിച്ചൊരു ദൈവം, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളും ചുറ്റുപാടുകളും പശ്ചാത്തലങ്ങളും ദൈവഹിതപ്രകാരമാണ് ആകുന്നത് എന്ന ബോധ്യത്തോടെ ദൈവകരങ്ങളിൽ നമുക്ക് ചേർന്ന് നിൽക്കാൻ സാധ്യമായി തീരുമ്പോഴാണ് നമ്മുടെ ജീവിതം അത് ഏറ്റവും ധന്യമായി തീരുക. പ്രിയരെ, നാം ഒരു വലിയ നോമ്പിൻ്റെ ദിനങ്ങളിലൂടെയാണ് കടന്നു പോകുക. അനുഗ്രഹീതമായ ഈ ദിനങ്ങളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ നൈമിഷികതയെ തിരിച്ചറിയുവാൻ തക്കവണ്ണം ദൈവം മുൻപാകെ നമ്മുടെ ജീവിതത്തെ പുനർസമർപ്പിക്കുവാൻ നമുക്കിടയാകുന്നിടത്താണ് നമ്മുടെ ജീവിതം അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീരുക. ഒടുവിൽ നാം തിരിച്ചറിയേണ്ടതൊന്നുണ്ട്. എൻ്റെ ദൈവം തമ്പുരാൻ എനിക്ക് കനിഞ്ഞ് നൽകിയതല്ലാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ എനിക്ക് എടുത്ത് പറയുവാനില്ല. ഒരുപക്ഷെ നമ്മുടെ വിദ്യാഭ്യാസം നാം അധ്വാനിച്ച് നേടിയതാകാം, പരിശ്രമമുണ്ടാകാം. പക്ഷെ അതിനെന്നെ പ്രാപ്തനാക്കിയ ഒരു ദൈവമുണ്ട്. എൻ്റെ അധ്വാനം ഏറെ ഉണ്ടായിരിക്കാം നമ്മുടെ ഇന്നത്തെ സ്ഥിതിക്ക് പുറകിൽ. പക്ഷേ അധ്വാനിക്കാൻ നമുക്ക് ബലം നൽകിയ ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ ശ്വാസത്തെ, നാം എടുക്കുന്ന ശ്വാസത്തെ തിരിച്ച് വിടുവാൻ നാം കഴിവില്ലാത്തവർ ആയിരിക്കെ അതിന് നമ്മെ ശക്തീകരിക്കുന്ന ദൈവം തമ്പുരാനാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോന്നും അളന്ന് നമുക്ക് നൽകിയത് എന്ന ബോധ്യത്തോടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് അനുഗ്രഹീതരായി തീരുവാൻ നമുക്കിടയെത്തുക. അപ്രകാരം ദൈവത്തിൻ്റെ അളവിനൊത്തവണ്ണം ഈ ലോകത്തിൽ അനുഗ്രഹമായി ജീവിപ്പാൻ ഈ നോമ്പ് കാലയളവ് നമ്മെ ബലപ്പെടുത്തുമാറാകട്ടെ. ആമേൻ.